നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്, അതൊരു വിവാഹത്തിൽ അവസാനിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ലൈഫ് ലോങ് ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസനേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ ഒന്നിച്ചായിരിക്കും ഇതിനകത്ത് അറിയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കാര്യം, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള ആ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടും, ഒരു സൊല്യൂഷൻ കിട്ടും. പിന്നെ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ട് നൽകുന്നത് പേഴ്സണൽ റിച്വൽസ് ആണ്, പിന്നെ ബ്രേസ്ലെറ്റ്സും ആണ്. റിച്വൽസും ബ്രേസ്ലെറ്റും പേഴ്സണൽ റീഡിങ്ങും എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് കപ്സ്, 7 ഓഫ് വാൻഡ്സ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, 7 ഓഫ് കപ്സ്, ദ ഹൈ പ്രീസ്റ്റസ്, ദ ചാരിയോട്ട്, നൈറ്റ് ഓഫ് കപ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, ദ ജഡ്ജ്മെൻറ്റ്, ഏസ് ഓഫ് സോർഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. നമുക്ക് റീഡിംഗ് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്തുള്ള ഇമോഷൻ എന്ന് പറയുന്നത് ശരിക്കും ഉള്ളിൽ നിന്നുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു സ്നേഹവും പിന്നെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു ന്യൂസ് ചിലപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എൻഗേജ്ഡ് ആയി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മാരേജ് ചെയ്യാൻ പോകുന്നു, ഇതുപോലൊക്കെയുള്ളൊരു ന്യൂസ് നിങ്ങൾ കേൾക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ ഈ ഒരു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ ആണ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവർ തമ്മിലുള്ള ഈ ഒരു തേർഡ് പേഴ്സൺ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതായത് അവരിപ്പോൾ അതൊരു സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കൂടെ ലൈഫ് ലോങ് ഈ ഒരു തേർഡ് പേഴ്സൺ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പേഴ്സണിന് വാക്ക് കൊടുത്തിട്ടുണ്ടാവാം, അവരുടെ കൂടെ ലൈഫ് ലോങ് ഇതുപോലെ സ്നേഹമായിട്ടും സപ്പോർട്ട് ചെയ്തും കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം. നിങ്ങളുടെ വ്യക്തി അത്രയ്ക്കും അഡിക്റ്റഡ് ആയിട്ട് പോയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു സ്നേഹം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ അത് വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു പക്ഷേ ആരുടെടുത്തും പറയാതെ രഹസ്യമായിട്ട് വെച്ചിട്ടുള്ളതായി ആണ് ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ പുറത്തു നിന്നുള്ള വ്യക്തികൾ ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ് എന്നായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ സുഹൃത്തുക്കളിനടുത്തും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തും പറഞ്ഞു വെച്ചിട്ടുള്ളത്. പുറമേ സൗഹൃദം നടിച്ചിട്ട് ഇവർ ഒരു ലവ് അഫെയർ എന്ന് തന്നെയുള്ള ആ ഒരു ട്രാക്കിലേക്കാണ് പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവർ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ആക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിനെ ഈ ഒരു തേർഡ് പേഴ്സൺ, അത് ആരും ആവട്ടെ, ഈ ഒരു തേർഡ് പേഴ്സൺ പുരുഷനാണെങ്കിലോ സ്ത്രീ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ, റിലേറ്റീവ്സ്, അങ്ങനെ ആരും ആയിക്കോട്ടെ, ഫ്രണ്ട്സ്, അങ്ങനെ ആരും ആയിക്കോട്ടെ, ഈ ഒരു നിങ്ങളുടെ പേഴ്സണിനെ അവർ പറയുന്നത് കേട്ടിട്ട് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ നിങ്ങളുടെ പേഴ്സണിനെ വശീകരിച്ചെടുത്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു തേർഡ് പേഴ്സണിനെ എത്ര പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഉണ്ടായത്. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത്, ഈ ഒരു തേർഡ് പേഴ്സണിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞാലും കുറ്റപ്പെടുത്തി പറഞ്ഞാലും അവർക്കത് കേട്ട് നിൽക്കാൻ ഒരു പരിധി കഴിഞ്ഞാൽ സാധിക്കുകയില്ല. നിങ്ങളുടെ അടുത്ത് അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദേഷ്യപ്പെടുകയും നിങ്ങളെ ഒരു വേണ്ടി വന്നാൽ നിങ്ങളെ ഒരു ഫിസിക്കലി അല്ലെങ്കിൽ ഒരു മെൻ്റലി ടോർച്ചർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് കാര്യം നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോശപ്പെട്ട സ്ത്രീയാണ്, പുരുഷനാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് കേൾക്കുന്നത് ഇതാണ്, അത് നിങ്ങൾ സത്യമാവട്ടെ കള്ളമാവട്ടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡിൽ അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ട് ഒരു മാനസിക രോഗി എന്നുള്ള രീതിയിൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. എന്തൊക്കെയോ മെൻ്റലി സ്ട്രെസ് അനുഭവിക്കുന്ന രീതിയും നിങ്ങളെ നല്ല രീതിയിൽ ഉപദ്രവിച്ചതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ കൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി. ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ ശരിക്കും നിങ്ങളുടെ വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ഈ ഒരു തേർഡ് പേഴ്സൺ മാറ്റിയെടുക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവർക്ക് ഓരോ ദിവസവും അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതല്ല. ഓരോ ദിവസവും ഓരോരോ ഇൻസിഡൻസ് ഈ ഒരു തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോഴത്തെ സമയം ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിന് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്, ഒത്തിരി ഉണ്ട്. ശരിക്കും അവരുടെ ആക്ടിങ് ആയിട്ടുള്ള അവർ അഭിനയിക്കുന്ന ഒരു ഫേസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് നിങ്ങളുടെ വ്യക്തി ഇതുവരെ ആ ഒരു തേർഡ് പേഴ്സൻ്റെ യഥാർത്ഥ ക്യാരക്ടർ കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ വൈഫിൻ്റെയോ റിലേറ്റീവ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് നിങ്ങളെ അകറ്റിയത്, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അവരിൽ നിന്നും അകറ്റിയത് എന്നാണ് ഈ ഒരു റിലേറ്റീവ്സൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. കാരണം അത്രയ്ക്കും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കാണിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഈ ഒരു തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ. അങ്ങനെ നിങ്ങളെ കുറ്റക്കാരി അല്ലെങ്കിൽ കുറ്റക്കാരനാക്കിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴെല്ലാം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ വ്യക്തി, അത് ഭർത്താവട്ടെ ഭാര്യയാവട്ടെ, നിങ്ങളെ തള്ളി പറയുകയാണ് ഉണ്ടായത്. നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുകയോ നിങ്ങളുടെ സൈഡ് നിന്ന് സംസാരിക്കുകയോ സത്യം എന്താണെന്ന് തിരക്കാൻ പോലും ഉള്ളൊരു മാനസികാവസ്ഥ നിങ്ങളുടെ വ്യക്തി കാണിച്ചതായിട്ടും ഇവിടെ കാണുന്നില്ല. ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്നത് കേട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഈ ഒരു നിങ്ങളുടെ വ്യക്തിയെ മറ്റ് വിവാഹം കഴിപ്പിക്കാനോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യുവാനും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ മുഖേന നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ പാവം അതറിയുന്നില്ല, പാവം എന്ന് തന്നെ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ചെയ്ത ക്രൂരതകൾ പോലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അത് ആ ഒരു ബോധം ഉണ്ടെങ്കിൽ തന്നെയും അവർ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഈ പാവം അയാൾ ആ ഒരു വ്യക്തിയെ കഷ്ടം എന്ന് തന്നെ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇനി അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ അത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വളരെ കഷ്ടം തോന്നും. ഒരുപക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ പറഞ്ഞിട്ടുണ്ടാകാം ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്ത ക്രൂരതകളും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്ത ആ ഒരു ക്രൂരതകൾക്കെല്ലാം ആ ഒരു വ്യക്തി ഇനി സഫർ ചെയ്യുമെന്നും കർമ്മ അവരെ വെറുതെ വിടത്തില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, അത് അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സണിനെ വിവാഹം കഴിക്കണം എന്നുള്ള നിത്യേന ആ ഒരു ഡിമാൻഡുമായിട്ട് ആ ഒരു ആഗ്രഹമായിട്ട് പിന്നാലെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആദ്യമൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സന്തോഷമായിട്ടും ഒക്കെ മുമ്പോട്ട് പോകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ട, അതായത് ഒരു ഡ്രീം, അവരുടെ ഒരു ഡ്രീം അത് സത്യമായി എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ വിചാരിച്ചിരിക്കുന്നത്.
ആക്ച്വലി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയത് അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ചത് അവർക്ക് സന്തോഷമുണ്ട്, അതായത് അവർക്ക് എന്തോ ഭാഗ്യം വന്നതായിട്ടാണ് അവർ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ചുറ്റിനുമുള്ളവർ അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ തേർഡ് പേഴ്സൻ്റെ സ്വഭാവം ഗ്രാജുവലി ഒരു 4 months ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര സ്വാർത്ഥത നിറഞ്ഞൊരു ക്യാരക്ടറാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റേത്. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും അവരുടെ സന്തോഷമാണ്. അവരുടെ സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏതൊരു എക്സ്റ്റെൻറ്റ് വരെയും ഈ ഒരു തേർഡ് പേഴ്സൺ സഞ്ചരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആദ്യമൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു കടത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥ ഇവിടെ വരുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ലാസ്റ്റ് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഇവർക്ക് ഈ ഒരു തേർഡ് പേഴ്സണിന് പണം ലഭിക്കാത്ത ആ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുക, അവരുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയെ ഉപയോഗിക്കുക. ശരിക്കും ഒരു പട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ, ഒരു കാൽക്കലിട്ടിട്ട് ഒരു പട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് അത് മറക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് അത്രത്തോളം വലുതായിരിക്കും. ഓരോ ദിവസവും കഴിയും തോറും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ മാറി വരും. അതായത് മാറി വരുന്നതെന്നല്ല, അവരുടെ യഥാർത്ഥ ക്യാരക്ടറിലേക്ക് പോകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇത്രയും നാളും നല്ല ഒരു സ്വഭാവം കാണിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയെ ചതിച്ച ഈ ഒരു തേർഡ് പേഴ്സൺ ആ ഒരു നല്ല ഫേസൊക്കെ മാറിയിട്ട് അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ അവരെന്താണെന്നോ അത് നിങ്ങളുടെ വ്യക്തിക്ക് അത് റിവീൽ ചെയ്ത് കാണിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർ ചെയ്ത കർമ്മഫലം അനുഭവിക്കാൻ പോവുകയാണ്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ മാറുന്നതോടു കൂടിയാണ് നിങ്ങളുടെ വ്യക്തി ശരിക്കും ചേഞ്ച് ആവാൻ പോകുന്നത്. അവർ ഈ യൂണിവേഴ്സ് കൊടുക്കുന്ന ഒരു കർമ്മ അനുഭവിക്കാൻ പോകുന്നത്. ആ സമയത്ത് നിങ്ങളെക്കുറിച്ചിട്ട് ഇവിടെ ആലോചിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കുറേ പേരത് കണ്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് കുറേ ആൾക്കാർ നിങ്ങളുടെ വ്യക്തിയെ ഉപദേശിച്ചിട്ടുണ്ട്, ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്നത് കേൾക്കരുത്, തേർഡ് പേഴ്സൺ അവരുടെ ജീവിതം നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്, ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ദുഷ്ടയായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനാണ്, അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവം താമസിക്കാതെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ട് പോലും തലയിൽ കയറിയിട്ടില്ല. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ കേൾക്കാതിരുന്ന കാര്യങ്ങളൊക്കെ അവർ ഇനി ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു വാല്യൂ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഇനിയാണ് ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ഒരു 4 months കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകും എന്നുള്ളത്. ആ ഒരു 4 months കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ വാല്യൂ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയാൻ പോകുന്നത്. കുറച്ച് നാളിപ്പോൾ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ഏറ്റവും ഈ ഒരു ബന്ധത്തിൻ്റെ അവസാന കാലത്തിലൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം വന്നിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണിന് മറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ, നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ. ഇവിടെ ആ ഒരു സംശയം സത്യമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഓപ്ഷനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു തേർഡ് പേഴ്സണിനെ ലൈഫിൽ കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിലേക്ക് സ്വീകരിക്കാം. പക്ഷേ ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സൺ എന്താണോ വിചാരിച്ചത് അത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പേഴ്സൺ തട്ടിയെടുത്തു, അത് നിങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണുന്നത്. നിങ്ങൾ പോലും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട്. അവരോട് കൂടുതൽ സംസാരിക്കരുത്, അവരുടെ ഉദ്ദേശം വേറേതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടുണ്ടാവാം, ചോദിച്ചിട്ടുണ്ടാവാം. ആ ഒരു സാമ്പത്തികം തിരിച്ച് ചോദിച്ചപ്പോൾ അത് ഗോൾഡായിട്ടാവാം. അതൊക്കെ തിരിച്ച് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തെന്നും അത് സമയമാവുമ്പോൾ അവരുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ അത് തിരിച്ചെടുത്ത് തരാം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ അത് എന്തോ ആവട്ടെ ഈ ഒരു തേർഡ് പേഴ്സണിന് കൊണ്ട് കൊടുത്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ കുറേ നാൾ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ
ക്യാരക്ടർ കണ്ടിട്ട് സഫർ ചെയ്യേണ്ടി വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയില്ല. എന്തൊക്കെയോ ഈ ഒരു തേർഡ് പേഴ്സൺ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ ട്രാപ്പ് നിങ്ങളുടെ പേഴ്സണിന് ഈ ഒരു തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് പെട്ടെന്ന് മൂവ് ഓൺ ആവാൻ സാധിക്കുകയില്ല. ഇവിടെ തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ശരിക്കും ഒരു കലഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കലഹത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഫിസിക്കൽ ടോർച്ചറിങ്ങും മെൻ്റൽ ടോർച്ചറിങ്ങും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ഈ ഒരു തേർഡ് പേഴ്സണിനെ പറ്റി നിങ്ങളുടെ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഫിസിക്കൽ ടോർച്ചറിങ്ങും മെൻ്റൽ ടോർച്ചറിങ്ങും നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് കലഹം ഉണ്ടാവുക, നിരന്തരമായിട്ടുള്ള കലഹം ഉണ്ടാവുക, തേർഡ് പേഴ്സണിൽ നിന്നും ടോർച്ചറിങ് വാങ്ങുക. അത് ഫിസിക്കലിയും അത് മെൻ്റൽ മാത്രമല്ല, ഫിസിക്കലി ശാരീരികമായിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഉപദ്രവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഉപദ്രവം കാരണം നിങ്ങളുടെ വ്യക്തി ഡിപ്രഷൻ സ്റ്റേജ്, ഒരു മാനസിക രോഗി എന്നുള്ള രീതിയിലേക്ക് പൂർണ്ണമായിട്ട് മാറും. ഓൾറെഡി ഇപ്പോഴേ അവരൊരു മാനസിക രോഗി തന്നെയാണ്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക്കോ വശീകരണം അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതെല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം തന്നെ ഇവിടെ സ്പോയിലാവുന്ന ഒരു മട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി മാരി ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ആ ഒരു സത്യസന്ധത, ആ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ വ്യക്തി കണ്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ കർമ്മ അവർക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സണ് നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പൂർണ്ണമായിട്ടും അവർ പിരിയുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ വ്യക്തിയുടെ അമ്മയാണെങ്കിലോ പെങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഏത് റിലേറ്റീവ്സ് ആണെങ്കിലോ ഫ്രണ്ട്സ് ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലവ് അഫെയർ ആണെങ്കിൽ തന്നെയും അവർ തമ്മിൽ പൂർണ്ണമായിട്ട് പെർമനൻ്റ് ആയിട്ട് പിരിയുന്നതാണ് കാണുന്നത്. തേർഡ് പേഴ്സണിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങളുടെ പേഴ്സണിന് അത് മനസ്സിലാവും. അത് യൂണിവേഴ്സ് കൃത്യമായിട്ട് അവരുടെ കൺമുന്നിൽ റിവീൽ ചെയ്ത് കൊടുക്കും. അത് തുറന്ന് കാണിച്ചു കൊടുക്കും. അത് മനസ്സിലാവുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും ഈ ഒരു തേർഡ് പേഴ്സണിനെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല ആ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവർക്ക് ദുഃഖം ഉണ്ടാവുന്നത് നിങ്ങളെന്ന പേഴ്സണിനെ ഉപേക്ഷിച്ചതിലായിരിക്കും. ഒരുപാട് പേരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളെ ശരിക്കും ഒരു ഫിസിക്കലി മെൻ്റലി ഒക്കെ ടോർച്ചർ ചെയ്തിട്ട് നിങ്ങളുടെ വാക്ക് കേൾക്കാതെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ വ്യക്തി ഇവിടെ സഫർ ചെയ്യുന്നതായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്കുള്ള ഒരു മടങ്ങിവരവ് ഉണ്ടോ എന്ന് ഇവിടെ ഞാൻ നോക്കിയിരുന്നില്ല. പക്ഷേ തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് അവർ മൂവ് ഓൺ ആവുന്നതാണ് അവരുടെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കാണുന്നത്. ഇപ്പോൾ തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പേഴ്സണിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആകും. അത് ഒരുപാട് കുറ്റബോധം മനസ്സിൽ നിങ്ങളോട് ചെയ്ത ആ ഒരു ദ്രോഹമൊക്കെ അതൊക്കെ ആ ഒരു കുറ്റബോധത്തിൽ നീറിയാണ് അവർ കൂടുതലും മൂവ് ഓൺ ആവുക. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചതിച്ചല്ലോ എന്നുള്ള ഓർത്തിട്ടുള്ള ഒരു വിഷമവും ഉണ്ട്. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം എന്ന് തന്നെ പറയാൻ പറ്റില്ല. ആ ഒരു ദേഷ്യവും സ്വന്തമായിട്ട് ഒരു വിദ്യയായി പോയല്ലോ എന്നുള്ളൊരു ചിന്ത ഈ ഒരു തേർഡ് പേഴ്സൻ്റെ മുമ്പിൽ ഒരു പട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു കളിപ്പാവയായിട്ട് നിന്നിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചല്ലോ എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു കുറ്റബോധം നിങ്ങളുടെ വ്യക്തിയെ അലട്ടുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരു കോണ്ടാക്റ്റ് ലഭിക്കാൻ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അവരുടെ മനസ്സൊക്കെ മാറി നിങ്ങളിലേക്ക് മടങ്ങിയെത്താൻ. ഇപ്പോൾ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾ തമ്മിൽ പരസ്പരം കലഹം ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സൊക്കെ മാറിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വൽ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു റിച്വലിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ചന്ദനത്തിരിയാണ്. ചന്ദനത്തിരി എന്നുള്ളത് എന്തിൻ്റെ ചന്ദനത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസാപ്പൂവിൻ്റെ ചന്ദനത്തിരിയാണ് വേണ്ടുന്നത്. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫോട്ടോയും കൂടെ വേണം. ഈ ഒരു റിച്വൽ ചെയ്യേണ്ടത് രാത്രി സമയത്താണ് ഇത് ചെയ്യേണ്ടത്. വളരെ കാം ആൻഡ് ക്വയറ്റ് പ്ലേസിലിരിക്കുക. മൈൻഡ് എപ്പോഴും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. നെഗറ്റീവ് ചിന്തകൾ വരാൻ പാടില്ല. ഈ ഒരു റിച്വൽ ചെയ്യുമ്പം 1% നെഗറ്റീവ് ചിന്തകൾ പോലും വരാൻ പാടില്ല.
1% പോയിട്ട് ഒരു 0.1% പോലും വരാൻ പാടില്ല. കാരണം അത് ഈ ഒരു റിച്വലിനെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും തരുന്നത്. പോസിറ്റീവ് എഫക്റ്റിന് പകരം നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും തരുന്നത്. അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. അപ്പോൾ ഈ ഒരു റിച്വൽ ചെയ്യുന്നതിന് മുന്നേ പോസിറ്റീവായിട്ട് 100% പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റിച്വൽ ചെയ്യുക. ഒന്ന് മെഡിറ്റേറ്റും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം റിച്വൽ ചെയ്യുക. അപ്പോൾ വേണ്ടുന്നത് ഫോട്ടോയും റോസാപ്പൂവിൻ്റെ ചന്ദനത്തിരിയുമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയുടെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ വലത്തെ കൈ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം, അതായത് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം സ്നേഹമാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ ഒരു വ്യക്തിയിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അതിനുശേഷം ആ ഒരു ചന്ദനത്തിരി നിങ്ങൾ കത്തിച്ച് വെക്കുക. അതിനുശേഷം ആ ഒരു ചന്ദനത്തിരിയിൽ നിന്നും വരുന്ന സ്മോക്കിനെ നിങ്ങളുടെ കൈകളിലാക്കാൻ ശ്രമിക്കുക. കൈകൾ കൊണ്ട് കവർ ചെയ്യുക. എന്നിട്ട് ആ ഒരു സെക്കൻഡ് ആ ഒരു സ്മോക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം, നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം സ്നേഹമാണ് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊരു സ്നേഹമാക്കി, ആ ഒരു സ്മോക്കിനെ ഒരു സ്നേഹമാക്കിയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ഫോട്ടോയിലേക്ക് നിങ്ങൾ കൊടുക്കുക. ഈ ഒരു ചന്ദനത്തിരി തീരുന്നിടം വരെ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ആഴ്ചയിൽ 1 തവണ എന്നുള്ള രീതിയിൽ ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. ക്ഷമ വേണം. ഇതിന് വേണ്ടുന്നത് ക്ഷമ വേണം, പോസിറ്റീവ് ചിന്ത, ഇത്രയൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു നിമിഷം തൊട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ചിന്തകളൊക്കെ വന്ന് കുറേശ്ശെ മൈൻഡൊക്കെ മാറാൻ തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു ഫോട്ടോ എന്നിട്ട് സൂക്ഷിക്കുക. അതൊരു ബുക്കിനകത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോക്സിനകത്ത് സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.